പ്രിയമുള്ള ശ്രോതാക്കളെ, പ്രേക്ഷകരെ, എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ പുതിയ സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയ സെഷനിലേക്ക് കടക്കാം. ആദ്യമായി ജനാധിപത്യത്തെ ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനത്തിനാണ് ജനാധിപത്യം. ഇന്ന് ജനാധിപത്യത്തെ വിശകലനം ചെയ്തത് ആരാണെന്നതാണ് ചോദ്യം. ഡെമോക്രസി ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ഇത്തരത്തിൽ ജനാധിപത്യത്തെ വിശദീകരിച്ചത് ആരാണെന്നാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം മുൻ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൻ ആണ്. അദ്ദേഹമാണ് അമേരിക്കയിൽ അടിമത്വം നിരോധിച്ചത്. അദ്ദേഹമാണ് ജനാധിപത്യത്തെ ഇത്തരത്തിൽ വിശകലനം ചെയ്തത്. ജനാധിപത്യം എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണ സംവിധാനം. അടുത്തത് ദാസ് ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ്. ദാസ് ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്നതാണ് ചോദ്യം. അതായത് കാറൽ മാർക്സ് ആണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ കാറൽ മാർക്സ് ആണ് ദാസ് ക്യാപിറ്റലിസത്തിൻ്റെ ഉപജ്ഞാതാവ്. അതാണ് ദാസ് ക്യാപിറ്റലിസം. അതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഉപജ്ഞാതാവ് കാറൽ മാർക്സ്. അതുപോലെ മൊണാലിസ എന്ന വിശ്വപ്രസിദ്ധമായ ചിത്രത്തിൻ്റെ രചയിതാവ്. ആ ചിത്രം വളരെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ് മൊണാലിസ. ആ ചിത്രം വരച്ചത് അതിൻ്റെ രചയിതാവ്, ആ ചിത്ര രചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ഡാവിഞ്ചി, ലിയനാർഡോ ഡാവിഞ്ചി എന്നതാണ് നമ്മുടെ മൊണാലിസ എന്ന ചിത്രത്തിൻ്റെ രചയിതാവിൻ്റെ പേര്. അതിൽ കേണൽ ഓൾക്കോട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളാണ്. കേണൽ ഓൾക്കോട്ട് തിയോസഫിക്കൽ സൊസൈറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളാണ് കേണൽ ഓൾക്കോട്ട്. കേണൽ ഓൾക്കോട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി എന്ന പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ സ്ഥാപകരിൽ ഒരാൾ. അടുത്തത് ഹെൻറി ഡുനാൻറ്റ് ആണ് റെഡ് ക്രോസ് പ്രസ്ഥാനം സ്ഥാപിച്ചത്. റെഡ് ക്രോസ് പ്രസ്ഥാനങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. യുദ്ധരംഗത്തൊക്കെ പിന്നെ അവിടെ പരിക്കേറ്റവരെ മുറിവേറ്റവരെ പിന്നെ ചികിത്സിക്കാനും അങ്ങനെയുള്ള സഹായങ്ങൾ നൽകാനായി ഉണ്ടായ പ്രസ്ഥാനമാണ് റെഡ് ക്രോസ്. ഇതിനെ ഗൾഫ് മുസ്ലിം രാജ്യങ്ങളിൽ റെഡ് ക്രസൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതും മനസ്സിലാക്കിയിരിക്കേണ്ടത്. റെഡ് ക്രോസ് എന്നതിന് റെഡ് ക്രസൻറ്റ് എന്നതാണ് മുസ്ലിം രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂനാൻറ്റ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ബേഡൻ പവൽ സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത്. സ്കൗട്ട് പ്രസ്ഥാനം നമുക്കറിയാലോ, സ്കൂളുകളൊക്കെ നമ്മൾ കാണാം. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ബേഡൻ പവലാണ്. സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് സ്കൗട്ട് ആൻഡ് ഗൈഡൻസ് നമുക്കറിയാം. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്ഥാപിച്ചതാണ് ബേഡൻ പവൽ, നമുക്കറിയാലോ. അതുപോലെ കിങ് ഓഫ് ഷാഡോ എന്ന ചിത്രരചയിതാവ് റൈൻ ബ്രാഞ്ചിനെയാണ് കിങ് ഓഫ് ഷാഡോ എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു ചിത്ര രചയിതാവാണ്, ലോകപ്രസിദ്ധ ചിത്ര രചയിതാവാണ്. ആരാണ്? റൈൻ ബ്രാഞ്ച് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ കിങ് ഓഫ് ഷാഡോ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ അന്ത്യത്താഴം നേരത്തെ പറഞ്ഞ ലിയനാർഡോ ഡാവിഞ്ചി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മറ്റൊരു ലോകപ്രശസ്ത ചിത്രത്തിൻ്റെ പേരാണ് അന്ത്യ അത്താഴം.
യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആ ശിഷ്യന്മാരുടെ കാലം കഴുകിയുള്ള ആ ഒരു അന്ത്യത്താഴത്തിൻ്റെ എന്ന ചിത്രത്തിൻ്റെ രചയിതാവും കൂടിയാണ് ആര്? ലിയനാർഡോ ഡാവിഞ്ചി. അത് നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, മറ്റൊന്ന് കമ്പ്യൂട്ടറിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ആരാണ്? നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ചാൾസ് ബാർബേജ് ആണ്. ചാൾസ് ബാർബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്. അങ്ങനെയുള്ള പല കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞരെ നമ്മൾ അത്തരത്തിലും ജനറൽ നോളജ് പഠിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. പലതും നമുക്ക് അറിയുന്നതാണ്. വിശദമായി നമ്മളതിലൊക്കെ കടക്കും. കാരണം നമുക്കറിയാം, റേഡിയോ കണ്ടുപിടിച്ചത് മാർക്കോണി, ടെലിവിഷൻ കണ്ടുപിടിച്ചത് ജോൺ എൽ ബയേർഡ്. അങ്ങനെ ഒരുപാട് കണ്ടുപിടുത്തത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്നതാണ് തോമസ് ആൽവ എഡിസൺ. നമുക്കറിയാം ഫിലമെൻ്റ് ബൾബ് കണ്ടുപിടിച്ചത്, അങ്ങനെയുള്ള മൈക്രോഫോൺ, അതുപോലെ ഒരുപാട് കണ്ടുപിടുത്തം. പിന്നെ അങ്ങനെ കണ്ടുപിടുത്തത്തിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ആരാണ്? തോമസ് ആൽവ എഡിസൺ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് ചർച്ച ചെയ്യാം. അങ്ങനെ ഈ വിഷയം ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കുക. അങ്ങനെ താല്പര്യമുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇത്രയും സമയം ക്ലാസ് ശ്രവിച്ചതിന് എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.